ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നാടൻ ചിക്കനാണ്. ഇനി ഏകദേശം ഒരു 250 ഗ്രാമോളം ചെറിയ ഉള്ളിയുണ്ട്. ഇത് ചെറിയ ഉള്ളിയാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഈ സൈസിൽ ഒരു 2 സവാള, വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഇതുപോലെ കൊത്തി അരിഞ്ഞ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി. ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഇതുപോലെ ഈ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ആദ്യം പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിവിടെ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ കുക്കിങ്ങിനായിട്ട് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്കതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കണം. പൊടികളൊക്കെ ഒന്ന് ഇതുപോലെ വറുത്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയം അതേ പാനിലേക്ക് തന്നെ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഈ ചിക്കനിൽ ഈ പൊടികളൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. ആ ചൂടോടുകൂടി തന്നെ അത് പുരട്ടി വെക്കണം. അപ്പം ഈ ഒരു അരമണിക്കൂറോളം നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ സമയം നമുക്കൊരു 1.5 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കുരുമുളക് പൊടികൾ ചേർക്കാം. ഇത് എല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട്, ഇവിടെ ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചതാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി അടുപ്പത്ത് ഒരു പാൻ വയ്ക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. ഗ്രാമ്പൂ, പട്ട ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം നമുക്ക്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവോള ചേർക്കാം. 3 പച്ചമുളക് ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇത് നല്ലപോലെ വഴന്ന് കിട്ടണം നമുക്ക്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. ഇത് ഈ ഉള്ളിയിലും കൂടെ ഒക്കെ ആയിട്ട് ഈ പൊടികളും കൂടെ ഒന്ന് മിക്സ് ആവണം. ഈ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും നമ്മൾ ടോട്ടൽ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ആഡ് ചെയ്യാം. പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇതിലൊന്ന് കുറച്ച് സമയം കിടന്നൊന്ന് കൂടെ ഒന്ന് ചൂടാകണം. കുറച്ച് സമയം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇതേപോലെ തന്നെ ഇരിക്കാൻ വയ്ക്കാം. നമ്മളിപ്പോൾ ഒന്ന് കുറച്ച് സമയം മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചു. ഇനി ഈ സമയം നമുക്ക് വെള്ളം ആഡ് ചെയ്യാം.
നമ്മൾ സാധാരണ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം മതിയാവും. പക്ഷേ ഇത് നാടൻ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് നേരം കൂടെ വേവ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യണം. നമുക്ക് ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ ഇത് വേവാൻ സമയമെടുക്കും. ഒരു 3/4 മണിക്കൂർ നമുക്കിത് വേവിക്കണം, തിളച്ച് കഴിഞ്ഞിട്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിയും കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ കറി, സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എരിവ് ഇത്ര കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കാം പൊടികൾ. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. നമുക്ക് സെർവ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.